ഹായ് ഓൾ. ഇനി നമ്മൾ പ്രസവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കരുതണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര നാളോ തൊട്ട് നമ്മൾ തന്നെ കുഞ്ഞിന് വേണ്ടി ഒരു ബാഗ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മാസം കഴിയുമ്പോൾ, അതായത് 8 മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ടേം ആവുകയാണ്. നമുക്ക് അതിന് മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ നേരത്തെ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ സിസേറിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെടുക്കേണ്ടി നമ്മുടെ ഹെൽത്ത് പരമായി എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ബേബീനെ അമ്മേനെയും ബാധിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഡോക്ടർ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാം. അല്ലാതെ നമ്മൾ 8 മാസം കഴിയുന്നത് തൊട്ട് നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എല്ലാ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഏത് നിമിഷവും നമുക്ക് വാട്ടർ ബ്രേക്കേജോ വേദനയോ അല്ലെങ്കിൽ അനക്കക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഒരു പ്രസവം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു പ്രസവത്തിന് ശേഷം നമ്മൾ എന്തൊക്കെ ആ സമയത്ത്, അതായത് ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, ബേബിക്ക് വേണ്ടി കൊണ്ടുപോകണം, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊണ്ടുപോകണം, അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ആ സമയത്ത് ഓടിപ്പോയി മേടിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാഗ് നമ്മൾ അതിന് വേണ്ടി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അമ്മയുടെ കാര്യം നമുക്ക് നോക്കാം. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പം നമുക്കറിയാൻ പറ്റില്ല നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ സെക്ഷൻ ആണോ വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ നൈറ്റി തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 2-3 ഓപ്പൺ നൈറ്റി മേടിച്ച് വെക്കുക. അതുപോലെ തന്നെ പാൻറ്റീസ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു 90 സൈസാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സൈസ് കൂടുതൽ വേണം എടുക്കാൻ. കാരണം ഒരു നോർമൽ സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ആ അരഭാഗത്താണ് കറക്റ്റ് നമ്മുടെ സിസേറിയൻ്റെ ഒരു സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ അത് കയറ്റി ഇട്ടാൽ മാത്രമാണ്, അതായത് ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇട്ടാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നമ്മുടെ സൈസിനേക്കാൾ കയറിയ സൈസ് വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ പാടാണെങ്കിൽ തന്നെ എക്സൽ വേണം നമ്മൾ മേടിക്കാൻ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ കാരണം നല്ലൊരു ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ മെറ്റേണിറ്റി പാടുകളുണ്ട്, മെറ്റേണിറ്റി പാഡ് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പാടാണ് തന്നെ എക്സൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. പിന്നെയാണെങ്കിൽ അടുത്ത് വരുന്നത്, അതായത് ഈ മെറ്റേണിറ്റി പാഡിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. അതിനകത്ത് പാൻറ്റീസും കൂടെ വരുന്നതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമുക്ക് സിസേറിയൻ സെക്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഏരിയയിലൊക്കെ ഈ സംഭവം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇന്നർ വെയർ നമ്മൾ ഉപയോഗിക്കാൻ ഒരു അനുവദിക്കില്ലാത്തതുകൊണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ അമ്മയ്ക്ക് നമ്മൾ എടുത്തു വെക്കേണ്ടതാണ്. പിന്നെ സോപ്പ് കാര്യങ്ങൾ, ബ്രഷ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട ഡെയിലി റുട്ടീന് വേണ്ട എല്ലാ കാര്യങ്ങളും തോർത്ത്. പിന്നെയാണെങ്കിൽ ചില ഹോസ്പിറ്റലിലാണെങ്കിൽ വയറ് നമ്മൾ ചേർത്ത് കെട്ടി വെക്കും. അതിന് വേണ്ടിയിട്ട് നീളമുള്ളൊരു തോർത്തും 4 പിന്നും ആവശ്യപ്പെടാറുണ്ട്. അത് ഡോക്ടറുടെ രീതി വെച്ചിട്ടാണ്, അതായത് നമ്മൾ വയറ് ഒതുക്കി കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് വരുന്നതാണ് ബേബിയുടെ കാര്യം എന്ന് പറയുമ്പം നമ്മൾ ബേബിക്ക് പാമ്പേഴ്സ് നമ്മൾ ഇൻ ബിറ്റ്വീനായിരിക്കും ഉപയോഗിക്കുന്ന. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയില്ലേ, അത് തുണി നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന വെള്ള കോട്ടൺ തുണി മുണ്ട്, അത് നന്നായിട്ട് ഒരു ചതുര നീളത്തിൽ നമുക്ക് കുട്ടിക്ക് ത്രികോണ ആകൃതി കെട്ടാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് അരി കടിച്ച് ഒരു 10-15 എണ്ണം, അതായത് നമ്മൾ കഴുകി ഉപയോഗിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൂ. എല്ലാ സാധനവും കുട്ടിക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും, അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യുന്ന പോലത്തെ സാധനം, ടർക്കിയും, പിന്നെയാണെങ്കിൽ ഉടുപ്പുകളാണെങ്കിൽ ഒരു 3-4 ഉടുപ്പോ എല്ലാം നമ്മൾ കൊണ്ടുപോകണം. ഇതെല്ലാം എന്തിനാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇതെല്ലാം കഴുകി വേണം ഉപയോഗിക്കാൻ വേണ്ടി. കാരണം നമ്മൾ പുതിയ സാധനം നമ്മൾ ചെന്ന് മേടിക്കുമ്പോൾ എന്തായാലും പുതിയതായിരിക്കും മേടിക്കുന്നത്. ആ പുതിയത് മേടിക്കുമ്പോൾ കഴുകാണ്ടാണ് ഉപയോഗിക്കുന്നത്. കുട്ടിയുടെ ദേഹത്ത് ചെറിയതായിട്ട് കുഞ്ഞു കുരുക്കൾ വരാനുള്ള ചാൻസ്, അത് കുട്ടിക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ എല്ലാ സാധനവും ഇപ്പം അമ്മയ്ക്ക് മേടിക്കുന്ന നൈറ്റി ആണെങ്കിൽ പോലും കഴുകി വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു പാക്കറ്റ് പാമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് വെക്കുക. ഇത്രയും സാധനങ്ങൾ എന്തായാലും നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ വേറെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലെ റൂൾസ് അവർ പറഞ്ഞു തരും, അതനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുക. ഇത്ര എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ ഡെലിവറി ബാഗിൽ കരുതി വെക്കുക.